ശരിക്കും മാം ഈ മുടി മുറിക്കുന്നൊരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചില ഓവർകം ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണത്. ചില ഇനിഷ്യേറ്റീവ്സ് അങ്ങനെയാണ്, നമ്മളെ കുറച്ചുകൂടെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗമാണ്. എങ്കിലും അതിനകത്ത് ചില സെൻറ്റിമെൻറ്റ്സ് ആസ്പെക്ട്സ് ഒക്കെ ഉണ്ടാവാം, ചിലർക്കൊക്കെ ഉണ്ടാവാം. അപ്പം കാരണം ഒരുപാട് കാലം ഇങ്ങനെ താലോലിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക്, പക്ഷേ ചില തിരിച്ചറിവുകളിൽ നിന്ന് അത് വരുമ്പോഴത്തേക്ക് അത് അങ്ങനെ ആയിരിക്കില്ല അത് കാണാം. അതിനെങ്ങനെയാണ് പോസിറ്റീവായി കണ്ടത്? മറ്റുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ, നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്, ഇത് നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിനകത്ത് അപ്പം നടക്കുന്ന സംഘർഷം എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല. അത് മാം തന്നെയാണ് പറയേണ്ടത്. ആ സമയത്ത് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ഞാൻ ആക്ച്വലി 2013 ഈ ഒരു മൂവ്മെൻറ്റ് തുടങ്ങിയ ഹെയർ ഡൊണേഷൻ. അപ്പം ഒരു വ്യക്തിയുടെ ഒരു അനുഭവം കേട്ടിട്ടാണ് ഞാൻ തീരുമാനിച്ചത് പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്യാം. കാരണം അതിന് മുമ്പേ 2009-10 ഞാൻ ഒരു പ്രാവശ്യം തല മൊട്ടയടിച്ചായിരുന്നു. തല മൊട്ടയടിച്ചത് ഒരു നേർച്ചയുടെ ഭാഗമായിട്ട്. എന്നിട്ട് ആ തലമുടി ഞാൻ ഒരു പേഷ്യൻറ്റിന് കൊടുക്കുമായിരുന്നു. അപ്പോഴും എനിക്ക് അത്രയും ഡീപ്പായിട്ട് മനസ്സിലാക്കിയില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്, എവറിത്തിങ് ഇൻ ഹിസ് ടൈം. ഒരു പാട്ടുമുണ്ട് അതിനെക്കുറിച്ച്. അതായത് ദൈവത്തിൻ്റെ ഒരു സമയത്ത് എല്ലാം തെളിഞ്ഞു വരും. അപ്പം എൻ്റെ ആ ഒരു ഹെയർ ഡൊണേഷൻ മൂവ്മെൻറ്റ് തുടങ്ങേണ്ട ടൈം അന്നായിരുന്നു. കാരണം അന്ന് ചെയ്തപ്പോഴും പലർക്കും ചോദിച്ചവരുണ്ട്, ഇതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ചോദിച്ച എത്ര പേരുണ്ട്, ഇതിൻ്റെ നമുക്കെന്തോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ ചോദിച്ച ഒത്തിരി പേരുണ്ട്. പക്ഷേ നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ അടുത്തൊന്ന് ഇടപെടുമ്പോഴേ നമുക്കറിയത്തുള്ളൂ എത്രമാത്രം തലമുടി നഷ്ടപ്പെടുമ്പം അവർക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. സംസാരിക്കാതെ നോൺ വെർബൽ ബോഡി ലാംഗ്വേജ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെത്ര കോൺഷ്യസ് ആണ്. ചിലർ പറയും അതിനെന്നാ തലമുടി ഒരു 6-7 മാസം എടുത്ത ഒരു ബോയ് കട്ട് പോലെ വരും, അതിനെന്നെ അത്രയും. പക്ഷെ ആ ഒരു തലമുടി പോലും പോകുമ്പോൾ കരയുന്നവരുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ അനുവാദം ഇല്ലാതെയാണ് ഈ തലമുടി മൊത്തം പോകുന്നത് കീമോതെറാപ്പി ചെയ്യുമ്പോൾ. അവർക്കുണ്ടാകുന്ന അനുഭവം വല്ലാത്തൊരു അനുഭവമാണ്. പക്ഷേ ഞാൻ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ ഒരിക്കലും പൊസസീവ് ആകരുത് ഒരു കാര്യത്തിനോടും. പൊസസീവ് ആയാൽ നമുക്ക് നമ്മുടെ ബാഗേജ് വളരെ ഹെവി ആവും, മുകളിലോട്ട് പോകാൻ ഭയങ്കര പാടാണ്. ഷെഡ് ചെയ്ത് പോകണം എന്നാണ്. ആൻഡ് ഈവൻ ഒരു ലേഡിയുടെ ബ്യൂട്ടി ഒരിക്കലും തലമുടി കൊണ്ടല്ല ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ലൈറ്ററായിട്ട് ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ വിച്ച് ഇസ് ദ ട്രൂത്ത്. കാരണം ഞാൻ 5 തവണ കൊടുത്തതാ തലമുടി. 2 തവണ മൊട്ടയടിച്ചും 3 തവണ ഷോർട്ട് പല ലെങ്സിലും കൊടുത്തിട്ടുള്ള. മുറിക്കും തോറും വളരും തോറും മുറിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരു അച്ഛൻ എന്നെ ഒരു സ്കൂളിൽ ഞാൻ ചെന്നപ്പോ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ഈ ക്യാപ്ഷൻ വെച്ച് ഞാൻ എപ്പോഴും പറയാം എല്ലാവരുടെ അടുത്തും. കാരണം നമ്മള് ഈവൻ ഒരു ചെടിയാണെങ്കിൽ പോലും നമ്മൾ മുറിക്കുമ്പോഴല്ല പിന്നെയും അതിനെ ഒന്ന് സ്ട്രോങ് ആയി വരുന്ന മരമാണെങ്കിൽ പോലും നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്നും അതിനെ ഒന്ന് നമ്മുടെ ക്യാരക്ടർ അതിനെ ഒന്ന് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവും. അതുപോലെ തന്നെയാണ് തലമുടിയുടെ കാര്യം, ഇറ്റ് ഗ്രോസ് ബാക്ക്. അതെ, ഈ ക്യാൻസർ അതേപോലെ തന്നെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ആഫ്റ്റർ ക്യാൻസർ എന്ന് പറയുന്നത് വേറൊരു മനുഷ്യനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് എക്യുപ്ഡ് ആവും. എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ മറികടക്കുക എന്ന് പറയുന്നത് വെച്ചിട്ട് നമ്മൾ നോളജും നമ്മളത് ഭയങ്കരമായിട്ട് കൂടും, അനുഭവങ്ങൾ ഒരുപാട് സംസാരിക്കുമ്പോൾ കൂടും. നമ്മുടെ തന്നെ വ്യക്തിപരമായ അനുഭവം ചിലപ്പോൾ വീട്ടുകാർക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കുറച്ചുകൂടി ബോൾഡായിട്ടുള്ള ഒരു ലേഡിയായി മാറി, അല്ലെങ്കിൽ ഒരു മനുഷ്യനായി മാറി എന്ന് പറയുന്ന ക്യാൻസർ ശരിക്കും ഉണ്ടാക്കിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് നൽകിയിട്ടുള്ള ഒരു അപ്ലിഫ്റ്റിംഗ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ പോസിറ്റീവ് ഫോർ മീ. ക്യാൻസർ പോസിറ്റീവ് ആയിരുന്നു, ലൈഫ് ഓൾസോ പോസിറ്റീവായി അത് കഴിഞ്ഞ്. കാരണം മേ ബി ഇപ്പം ക്യാൻസറിന് മുമ്പ് ഞാൻ കൗൺസിലിംഗ് ചെയ്യുമ്പം അവർ മനസ്സിൻ്റെ ഉള്ളിൽ വിചാരിക്കും ഇവർക്ക് വന്നിട്ടില്ല. പക്ഷെ എന്നാൽ നമ്മൾ സംസാരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അവരെ ഇറക്കുന്നു. എൻ്റെ നമുക്കറിയുന്ന ഔട്ട്പുട്ടാണ് റിസൾട്ട്. അവർ ഇറങ്ങി സമൂഹത്തിലോട്ട് വീണ്ടും അവരുടെ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു, അത് നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് കുറേയും കൂടെ എളുപ്പമാണ്. ക്യാൻസർ വന്നതിന് ശേഷം ഞാനൊരു പേഷ്യൻ്റെ അടുത്ത് പോയി സംസാരിക്കുമ്പം അവർക്ക് നമ്മളുമായിട്ട് അത്രയും കുറച്ചും കൂടെ എളുപ്പമായിട്ട് അടുക്കാൻ പറ്റുന്നു. കാരണം ഞാനും ഈ അനുഭവത്തിൽ കൂടെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് കുറേയും കൂടെ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നെ ഐ ബിലീവ് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് ഇസ് എ ടെസ്റ്റിമണി. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാനത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യും. അത് ഷോ ഓഫ് ചെയ്യാനല്ല, ഇറ്റ്സ് ജസ്റ്റ് ടു ഷോ ഓഫ് അല്ല, ബട്ട് ടു ഷോ ദാറ്റ് ഒരു പേഷ്യൻറ്റ് ക്യാൻസർ വരുന്നു പോകുന്നു. ചിലപ്പോൾ നമുക്ക് ക്യാൻസർ ഉണ്ടായിരിക്കാം, എന്നാൽ പോലും യു ക്യാൻ സ്റ്റിൽ ഡു ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും.
പുറകോട്ട് വലിയേണ്ട ഒരു കാര്യവുമില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പം കുറച്ചും കൂടെ ഞാൻ ആവേശത്തോടു കൂടി കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. പക്ഷേ ആ പ്രോസസ്സിൽ എങ്ങനെയാണ് പങ്കെടുത്തത്? ഇപ്പം മാനസികമായ പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പിന്തുണ അയാൾക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. അത് അയാൾ ചിലപ്പോൾ പ്രകടിപ്പിക്കണമെന്നില്ല, നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കാണിച്ചെന്നിരിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കി എടുക്കണമല്ലോ അയാൾ ഗ്രോപ്പ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഓവർകം ചെയ്യാനുള്ള ഒരു മാനസിക ശേഷിയിലേക്ക് വരികയാണെന്നുള്ളത്. അതെങ്ങനെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി? അല്ല, ഇതിപ്പം ഇങ്ങനെ ഒരു ക്യാൻസറസ് ആണ് ഇപ്പം നിഷയ്ക്കുണ്ടായത് എന്നപ്പോൾ തന്നെ ഞാൻ ഈ ഹോസ്പിറ്റലിലെല്ലാം കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് എളുപ്പമായത് ഒരു മനോധൈര്യമാണ്. നിഷയ്ക്കുണ്ടായിരുന്ന മനോധൈര്യം. ഇറ്റ്സ് ഓക്കെ എന്നാൽ ഇങ്ങനെ ഇങ്ങോട്ട് പറയുന്നു, അത് വലിയൊരു കാര്യമല്ല. ഇപ്പം ഒരു പേഴ്സൺ എനിക്കൊരു വിഷമമുണ്ടല്ലോ, ഒരു ഒരു വേദനയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഡൗൺ ആവും. അത് ഉടനെ തന്നെ അങ്ങോട്ട് എന്നെ നോക്കുക തിരുമ്പ എന്നൊക്കെ പറയുള്ളൂ. അങ്ങനെ ഒരു വിഷമഘട്ടത്തിലേക്ക് എന്നെ കൊണ്ടുപോയില്ല. അപ്പോൾ എനിക്കും കോൺഫിഡൻസ് തന്നു, ഞാൻ തിരിച്ചും കോൺഫിഡൻസ് കൊടുത്തു. പിന്നെ സപ്പോർട്ടീവായിട്ട് എനിക്കറിയാം ഒരു പേഷ്യൻ്റ് ആകുമ്പോൾ എപ്പോഴും സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതാരാണേലും. അപ്പോൾ അതൊരു എപ്പോഴും ആശുപത്രി പോകുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പോഴൊക്കെ അതിൻ്റെ ഫുൾ ജസ്റ്റിസ് ഞാൻ ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന പൊതു പരിപാടികളിലൊക്കെ ചിലപ്പം വിട്ടു നിൽക്കേണ്ടി വരും, ചിലപ്പോൾ പോകാൻ പറ്റില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ മുഴുവൻ അതിൻ്റെ ടെസ്റ്റ് നടത്തുന്നതും ഓപ്പറേഷൻ നടത്തുന്നതും ആശുപത്രി മുഴുവൻ സമയം നിൽക്കുന്നതും അവിടെ തന്നെ റൂമിൽ കിടന്ന് കുറച്ച് ദിവസങ്ങളിൽ പരിചരിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ള ഫോളോ അപ്പിലൊക്കെ കുറച്ചൊക്കെ നടന്നു. പക്ഷേ എന്നിരുന്നാലും ഒരു കോൺഫിഡൻസ് പേഷ്യൻ്റ് ഉള്ളത് കൊണ്ട് സിവിൽ മാനേജ് എന്നുള്ളൊരു ചിന്തയുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വിളിക്കും, അങ്ങോട്ട് വിളിക്കും, ഡോക്ടറെ വിളിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കരഞ്ഞോ? ഒറ്റയ്ക്ക് ഞാൻ കരഞ്ഞിട്ടില്ല. ആക്ച്വലി വിത്തിൻ മീ ഞാൻ കരഞ്ഞിട്ടുണ്ട്. വിത്തിൻ മീ അല്ല, ഒരു അച്ഛൻ പറഞ്ഞു ജോടെടുത്ത് എന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ ജോ അച്ഛനെ കണ്ടപ്പം അച്ഛൻ ഇങ്ങനെ എങ്ങനെയുണ്ട് നിഷാന്ന് ചോദിച്ചപ്പോൾ കണ്ണൊന്ന് നിറഞ്ഞു. അല്ല, അതിനകത്തിപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പാർട്ട്ണർക്ക് ഒരു അസുഖം ഉണ്ടെന്ന് പറയുമ്പോൾ വരും. മാത്രമല്ല എൻ്റെ ബ്രദർ ലോസ് രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അവരോട് ഇപ്പം എൻ്റെ ബ്രദറിലോ പെട്ടെന്ന് ഈ ഓപ്പറേഷൻ സമയത്ത് ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിച്ച് ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ ഏത് ടൈപ്പിലേക്കാണ് പോകേണ്ടത്, ആദ്യമേ ഓപ്പറേഷനുണ്ട്, പിന്നെ കീമോയുണ്ട്, പിന്നെ നമ്മുടെ തെറാപ്പിയുണ്ട്, ഹോമോൺ തെറാപ്പിയുണ്ട്, റേഡിയേഷനുണ്ട്. നമ്മൾ ഇതൊക്കെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ഡോക്ടറുമായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അളിയനുമായിട്ട് സംസാരിക്കും. ഞാൻ പതുക്കെ കണ്ണിക്കൂടെ അങ്ങനെ വെള്ളം വരാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ ഞാൻ അങ്ങനെ പറയുന്നതല്ലാതെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ഒരാൾ നിഷയോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഒട്ടും ഡിസ്ക്ലോസും ചെയ്തിട്ടില്ല. കാരണം ഷീ ഷുഡ് ബി സ്ട്രോങ് ഇനഫ്. ഞാനൊരു ടഫ് മാനായിട്ട് തന്നെ നിഷയുടെ മനസ്സിൽ ഇരുന്നോട്ടെ എന്നോർത്തോണ്ടെന്ന്. എനിക്ക് സന്തോഷമേ വരത്തുള്ളൂ. എന്നെ ഓർത്ത് കരഞ്ഞു. പക്ഷെ എനിക്കറിയാം നിഷയ്ക്ക് സന്തോഷമേ വരുള്ളൂ, അതിനകത്തൊക്കെ വരും. അപ്പം ഞാൻ പിന്നെ ചിന്തിക്കും ഞാനൊരു വീക്ക് പേഴ്സണായിട്ട് തോന്നും. നിഷ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആകട്ടെ. വീക്ക് പേഴ്സണേക്കാൾ കൂടുതൽ നിഷ ഹെയർസെൽഫ് ഒരു സ്ട്രോങ് പേഴ്സൺ ആകട്ടെ, ഫേസ് ചെയ്യാൻ കഴിയട്ടെ. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഞാനും ഈ പറഞ്ഞ പോലെ വീക്കാവും. മാത്രമല്ല ഇതിനെ ഒന്ന് ഫേസ് ചെയ്യാനായിട്ട് നിഷയ്ക്കും പ്രയാസം വരും, എനിക്കും പ്രയാസം വരും. അങ്ങനെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുവരെ സത്യമായിട്ട് പറയാം, ഇതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇതുവരെ ഒരു വിഷമം ഉണ്ടായിട്ടും പറഞ്ഞിട്ടില്ല, വിഷമമുണ്ടെന്നോ ഇല്ലെന്നും പറഞ്ഞിട്ടില്ല. അതാണ് അത് ആ സമയത്ത് മാനേജ് ചെയ്താൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മനുഷ്യനെല്ലാം മനസ്സിൽ വെക്കും. ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് എൻ്റെ ഒരു ടേക്ക് ഓൺ മൈ ക്യാൻസേഴ്സ് എനിക്കിതൊരു പ്രാക്ടീസ് സെഷൻ പോലെയാണ്. അതായത് നേരത്തെ ഞാൻ എന്തോരം പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഞാനും എൻ്റെ പേഷ്യൻ്റ് ആ രീതിയിലാണ് ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്തത്. ഇപ്പം ഞാൻ സെപ്റ്റംബർ എൻഡിലായിരുന്നു മാമോഗ്രാം ചെയ്തത്. പോസിറ്റീവാണ് ക്യാൻസർ, വിരാട് 4 എന്നും പറഞ്ഞ് സംശയമുണ്ട്, ഫോളോ അപ്പ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇവരെ ഡിസ്റ്റർബ് ചെയ്തില്ല. ഇവരുടെ അടുത്തൊന്നും പിള്ളേരുടെ അടുത്തോ ജോയുടെ അടുത്തോ ആരുടെ അടുത്തും പറഞ്ഞു. ഞാൻ നേരെ ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവിടെ വന്ന് ഒരു പ്രാവശ്യം കൂടെ അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അൾട്രാസൗണ്ട് ചെയ്ത് കൺഫേം ചെയ്തപ്പോഴും അന്ന് ഒക്ടോബർ 9 ജോയുടെ പാർട്ടി ജന്മദിനത്തിൻ്റെ പ്രോഗ്രാം നടക്കുക രാവിലെ. അപ്പം ഞാൻ എന്തായാലും വന്ന് കഴിഞ്ഞിട്ട് അപ്പം ഞാനിങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, ജോ എപ്പോഴാണ് വീട്ടിൽ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ജോ പറഞ്ഞു ഉച്ച കഴിഞ്ഞ് ഒത്തിരി പേരെ കാണാനുണ്ട്, ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം പറയാനുണ്ട്, വന്നു കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ജോ രാത്രി വന്നപ്പം ഞാൻ ജോയുടെ അടുത്ത് ഇത് പറഞ്ഞു.
പക്ഷെ ജോ അങ്ങ് ഭയങ്കര കൂളായിട്ട് നമുക്കത് നമുക്കതൊന്ന് നോക്കാം, നമുക്ക് ഇനിയും ടെസ്റ്റ്. ഞാൻ പറഞ്ഞില്ല ജോ, ഞാൻ എല്ലാം ചെയ്തു, ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു, ലാസ്റ്റ് ഇത് അൾട്രാസൗണ്ടും ചെയ്തു, അങ്ങനെ. സോ ഐ വാസ് വെരി വെരി കൂൾ അബൌട്ട് ഇറ്റ്. അതൊരു പ്രത്യേക തരം സ്ട്രെങ്ത് ആയിരുന്നു. തീർച്ചയായിട്ടും ദൈവം തരുന്ന സ്ട്രെങ്ത് ആണ്, ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്ട്രെങ്ത് ആണ്. ഞാൻ മീറ്റ് ചെയ്ത ഓരോ പേഷ്യൻസ് ഞാൻ അവർക്ക് കൊടുത്ത സ്ട്രെങ്ത് ആണ് തിരിച്ച് ഇങ്ങോട്ട് വന്നത്. ഇതെല്ലാം കൂടിയാണ് എന്നെ ഈ ക്യാൻസറിനെ നേരിടാനായിട്ട് വന്നത്. അടിപൊളി. പിന്നെ കരഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ സങ്കടം തോന്നിയ നിമിഷങ്ങളുണ്ട്. ഓപ്പറേഷന് തലേദിവസം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതാണ്, 37 times ഡൊണേറ്റ് ചെയ്തു. എൻ്റെ ഒരു ആഗ്രഹം മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഏജൻ്റ് അത്രയും കൊടുക്കണം. അപ്പം ഞാൻ ആ ഒരു ഇത് മനസ്സിൽ വെച്ചോണ്ട് ചോദിച്ചു, ബ്ലഡ് ഇനിയും കൊടുക്കാൻ പറ്റും? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ക്യാൻസർ പേഷ്യൻസിൻ്റെ ബ്ലഡ് സ്വീകരിക്കത്തില്ല. അപ്പോൾ എനിക്കൊരു മുഖത്ത് കിട്ടിയൊരു അടി പോലെയായിരുന്നു. അതൊരു എന്നാ പറയുക, ദാറ്റ് വാസ് വെരി ഷോക്കിംഗ് ഫോർ മീ. ഇറ്റ് വാസ് വെരി ഷോക്കിംഗ് ഫോർ മീ. അതുപോലെ തന്നെ ഈയിടെ ഞാനൊരു പേഷ്യൻറ്റിനെ മീറ്റ് ചെയ്തു. അതൊരു ഡയാലിസിസ് പേഷ്യൻ്റ്, യങ് ഗേൾ, 2 കിഡ്നിയും പോയിരിക്കുക. അപ്പോൾ ആ കുട്ടിയുടെ O പോസിറ്റീവാണ് ബ്ലഡ് ഗ്രൂപ്പ്, എൻ്റെത് B പോസിറ്റീവാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്കപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഒരു കിഡ്നി ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, ഐ മീൻ ആ കൊച്ചിന് അല്ലെങ്കിലും വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് നമ്മളിങ്ങനെ കൊടുക്കും, എക്സ്ചേഞ്ച് പോലെ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ. പക്ഷേ ക്യാൻസർ ആയതുകൊണ്ട് നോ വൺ വിൽ വാണ്ട് മൈ കിഡ്നി. സോ അവിടെ വീണ്ടും ഐ ഫെൽറ്റ് ത്രോൺ ഔട്ട് ഓഫ് സൊസൈറ്റി, ത്രോൺ ഔട്ട് ഓഫ് ദ വേൾഡ്. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു ഫീലിംഗ് വേണ്ട, നമ്മളിവിടെ അതല്ല, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ചില സിറ്റുവേഷൻസിൽ നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. അത് പോട്ടെ, നമുക്കത് വിടാം, വായിച്ചു കളയാം. ഇല്ല, ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിച്ച് മതിയാവും. എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് വിഷമം തോന്നിയത്. പക്ഷേ NGOs ഒക്കെ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മറികടക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ ചെയ്തിട്ട് മറികടക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ്, വേറെ രീതിയിൽ ഞാൻ ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്ത് മറികടന്നു പോകാം.